സർവ്വസജ്ജമായി ബി.ജെ.പി. ഭരിക്കുന്ന കോട്ടയം ഐമനം പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ. ക്യാമ്പിലുള്ളവർക്ക് ആഹാരവും മരുന്നുകളും എത്തിച്ച് യാതൊരു പരാതിക്കും ഇടവരുത്താതെയാണ് ഇവരുടെ പ്രവർത്തനം. പഞ്ചായത്ത് നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തി അറിയിക്കുകയാണ് ക്യാമ്പിലുള്ളവർ. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഐമനം ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ക്യാമ്പാണിത്. പരിപ്പ് NSS ഹൈസ്കൂൾ. ഇവിടെ 100ഓളം ആളുകൾ ഇവിടേക്ക് ഉണ്ട്, മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് ഭീഷണി, വെള്ളത്താൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശങ്ങൾ നിരവധിയുള്ള പ്രദേശമാണ് ഐമനം പഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശമാണ്. പടിഞ്ഞാറൻ മേഖലയിലെ ഏറ്റവും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് മുഴുവൻ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ആളുകളെയും ഈ ക്യാമ്പുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 4 ക്യാമ്പുകളാണ് ഐമനം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. അതിലൊന്ന്, ഏറ്റവും കൂടുതൽ ആളുകളുള്ള ക്യാമ്പ് ഇതാണ്, പരിപ്പ് NSS ഹൈസ്കൂൾ. മറ്റൊന്ന് പള്ളിക്കവല, കുടമാളൂർ ഭാഗങ്ങളിലാണ് മറ്റ് 3 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്യാമ്പിൽ തുടക്കം മുതലേ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. BJP ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി, മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെ പരമാവധി ആളുകളെ തുടക്കത്തിൽ തന്നെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചു, ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, പ്രാഥമിക സൗകര്യങ്ങൾ, മറ്റ് ആഹാരം, ഭക്ഷണ സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ക്യാമ്പിൻ്റെ അവസ്ഥ? ക്യാമ്പിൻ്റെ അവസ്ഥ നല്ലവണ്ണം പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ക്യാമ്പിലെ ഭക്ഷണം എല്ലാം പാകം ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. പഞ്ചായത്ത് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിലവിൽ 4 ക്യാമ്പുകൾ ഇപ്പം പ്രവർത്തിക്കുന്നു. ഒരെണ്ണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. രാപകലില്ലാതെ മെമ്പർമാർ ഈ ക്യാമ്പിനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നോടൊപ്പം എല്ലാവരും അണിചേർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ക്യാമ്പിനെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും, അവർക്ക് അസുഖത്തിനുള്ള മെഡിസിൻ ഉൾപ്പെടെ എല്ലാം നമ്മൾ ക്യാമ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വാർഡ് അംഗങ്ങൾ, BJPയുടെ വാർഡ് പഞ്ചായത്ത് അംഗങ്ങളാണ്, BJP ആണ് ഭരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളടക്കം ഇപ്പോൾ ഈ ക്യാമ്പിൽ സജീവമായി തന്നെ മുഴുവൻ സമയവുമുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവിടെ 3, 4, 17, 20, 19 വാർഡുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 64 പേരോളം ഇപ്പോൾ ഇവിടെ നമ്മൾ പാർപ്പിച്ചിട്ടുണ്ട്. 28 കുടുംബക്കാരോളം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. എന്നാലും എല്ലാവരോടും നല്ല സഹകരണമാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ചെയ്തു തരുന്നുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഇവിടെ എത്തിക്കുന്നുണ്ട്. ക്യാമ്പിലെ ആളുകളും ഉണ്ട്. എങ്ങനെയുണ്ട് അവസ്ഥ? ക്യാമ്പിൽ എങ്ങനെയുണ്ട്? അവശ്യ വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. ഭക്ഷണവും മറ്റു ക്രമീകരണം ഉണ്ട്. ഞാൻ സുഖമില്ലാത്ത ആയതുകൊണ്ട് ഇന്നലെ നേരത്തെ പോകുന്നു. മറ്റായിരിക്കും ശ്വാസം മുട്ടലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട്. ഷുഗർ കൂടുതൽ, പെൻഷൻ, ഇത് ഇൻസുലിനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ ഡോക്ടർ വന്നായിരുന്നു. ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ക്യാമ്പിൽ? കാപ്പി കുഴപ്പമൊന്നുമില്ല. രാവിലെ കാപ്പി തന്നു, ഉപ്പുണ്ട്, ഭക്ഷണമൊക്കെ കിട്ടുന്നു, മരുന്നുകളൊക്കെ ഉണ്ട്. വീട്ടിലെങ്ങനെയുണ്ട് അവസ്ഥ? വീട്ടിൽ വെള്ളം 3 മുറിക്കകത്തും വെള്ളം. അത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നായിരുന്നു, കൊച്ചിന് മേലാത്തതുകൊണ്ട്. വെള്ളപ്പൊക്ക പ്രശ്നം ഉണ്ട്. ഭക്ഷണം അവിടെ പാചകം ചെയ്യുന്നുണ്ട്. പാചകപ്പുര, അവിടെ ഒരു കോമൺ കിച്ചൺ അവിടെ സജ്ജമാക്കി. അവിടെ ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ, ഇവിടെ ക്യാമ്പിലേക്ക് ആവശ്യമുള്ളത് ഇവിടെ തന്നെ പാചകം ചെയ്യുകയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും, ആവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും കൂടാതെ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കി നൽകിക്കൊണ്ടിരിക്കുന്നത്. ചോറ്, മറ്റ് കറികൾ എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട്, നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടെ എല്ലാ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ വെള്ളപ്പൊക്ക കാലത്തെ അതിജീവിക്കുന്നതിനുള്ള ഒരു നല്ല ശ്രമങ്ങളാണ് ഇവിടെ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമൊക്കെ തയ്യാറാക്കും. ഭക്ഷണം ചോറ് കോരിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും കൃത്യമായി തന്നെ സമയത്ത് കുഴപ്പമൊന്നുമില്ല. എന്താണ് കറികളൊക്കെ ആയോ? കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് കറികൾ? രസം, തോരൻ, അച്ചാറ് ഒരു സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ കൃത്യമായി തന്നെ ഭക്ഷണവും മറ്റ് ആഹാരവും പ്രാഥമിക സൗകര്യങ്ങളും എല്ലാം ഈ ക്യാമ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ വന്ന് നേരിട്ട് കാണുമ്പോഴുള്ള കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.